ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ എസ് ലാൽ ചേരുന്നു. ഈ സന്ദർഭത്തിൽ പലതരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മഴ വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരു ലോറിയിൽ നിന്ന് കണ്ടെത്തിയ ഗ്യാസ് സിലിണ്ടർ അത് ലീക്ക് ആകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ അവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നു. അങ്ങനെ ഒരേ സമയം ജോയിയെ രക്ഷിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുമ്പോൾ മറ്റു ഭാഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ചേരുകയും ചെയ്യുന്നു. ഇതിന് ഏത് രീതിയിലുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള പൊതുജനാരോഗ്യ രംഗത്ത് ഇത്തരം സന്ദർഭങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ എസ് ലാലിന് തോന്നുന്നത്? കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കാം. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ടിന്റെ ജനാധിപത്യത്തിന്റെ വളർച്ചയിൽ ഉണ്ടാകാവുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല സംവിധാനങ്ങളും ഇല്ല എന്നുള്ള സിസ്റ്റംസ് ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മളൊരു ദുരന്തം വരുമ്പോഴാണ് ദുരന്തത്തിന്റെ കാരണങ്ങളെ പറ്റി അല്ലെ എന്ത് ചെയ്യാവുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ ആ ഒരു സംവിധാനങ്ങൾ രാജ്യത്താകമാനം ആ പ്രശ്നമുണ്ട്. കേരളത്തിൽ പോലും ആ പ്രശ്നമുണ്ടെന്നുള്ള നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം. നമ്മൾ ഈ ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും അധികം ജനസംഖ്യ ഉള്ളിടത്ത് ഇത്രയും ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങളുള്ള ഒരു നാട്ടില് എവിടെയും പ്രതീക്ഷിക്കാം. അപ്പൊ അത് നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കമ്പിട്ട് കുത്തുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തി തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരണം ഉണ്ടാക്കേണ്ടത് ഒരു പ്രധാന കടമയാണ്. അത് ദുരന്ത നിവാരണത്തിലായാലും ആരോഗ്യരംഗത്തിനായാലും ഗവൺമെന്റ് കൂടുതൽ തുക മാറ്റിവെക്കണം. അപ്പൊ അത് ഈ ബജറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. വികസിച്ച നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ സിസ്റ്റംസ് ഉള്ള നാടുകളിൽ അതിന് ബജറ്റിൽ കൂടുതൽ തുകയിരുത്തും. കേരളത്തിൽ ആരോഗ്യത്തിന് പോലും 1% ഉള്ളൂ GDP-യുടെ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഒന്ന്. രണ്ടാമത് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഇത് വേണം. ഞാൻ വെളിയിൽ ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ച ആളാണ്. ജനീവയിലും അമേരിക്കയിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ ഈ മോക്ക് ഡ്രില്ലുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഒരിടത്ത് പോലും കണ്ടിട്ടില്ല. ഒരു അലാം കേൾക്കും നമ്മളെല്ലാവരും 10-11 നില കെട്ടിടത്തിൽ മുഴുവൻ പേര് പുറത്തിറങ്ങി വരണം. സ്റ്റെയർ കേസ് വഴി വേഗത്തിൽ പുറത്തു വരണം. ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഒരു തീപിടുത്തപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫയർ അലാമാണോ ഡ്രില്ലാണോ നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. കാരണം മനുഷ്യരുടെ പഴയതുപോലല്ല. ജനസംഖ്യ നമുക്ക് കൂടുതലുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ ശരാശരി അംഗങ്ങളുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരികയാണ്. ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ഈ സിസ്റ്റംസില്ല. പിന്നെ ഈ പ്രവചനങ്ങൾ, കാലാവസ്ഥ പ്രവചനങ്ങളോ മറ്റ് പ്രവചനങ്ങളോ ഒന്നാമത് നമ്മളത് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നില്ല. പലപ്പോഴും ഈ ഹിമാലയത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി മനുഷ്യർ കുടുങ്ങിയിട്ടാണ് അവർ പോലും അറിയുന്നത് ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ. ഡോക്ടർ എസ് ലാൽ, താങ്കൾ വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വരാതിരിക്കാൻ മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു താരതമ്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേതുപോലെ തന്നെയാണെങ്കിൽ ചില ലോറികൾ വരുന്നു, JCB-കൾ വരുന്നു, മണ്ണ് ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്ര മണിക്കൂറുകൾ അത് നീളുമെന്ന് അത് കണ്ടാൽ തന്നെ നമ്മൾക്ക് അറിയാനും കഴിയുന്നുണ്ട്. ഇതിലുപരിയായിട്ട് എല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു രാജ്യത്തായിരുന്നെങ്കിൽ ഈ നിമിഷം സംഭവിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് താങ്കൾക്ക് പറയാൻ കഴിയുക? ഇതിനൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോ ചിത്രങ്ങൾ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ജനീവയിൽ ചെറിയൊരു അപകടം പറ്റി ഒരാൾ വീണപ്പോഴത്തേക്ക് ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഉള്ളവരുടെ വിലക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. അതിന് ആംബുലൻസ് വരികയും നിങ്ങൾ ഡോക്ടറായിരിക്കും പക്ഷെ തൊടാൻ പാടില്ല. അപ്പൊ അതിന് അവിടെ നിയമം അനുസരിച്ച് അനുവദിച്ചിട്ടുള്ള ആംബുലൻസും കാര്യങ്ങളും വന്നിട്ട് തൊടാൻ. നമ്മളാണെങ്കിൽ അടുത്തൊരാളെ പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുരുട്ടിമുടക്കി ആദ്യം ഒന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റും. ആ ഒറ്റ കാരണം കൊണ്ടായി ചിലപ്പോൾ നടു പൊടിഞ്ഞ് നിശ്ചലനായി പോകുന്നു. അപ്പൊ ഇത്തരം പ്രോട്ടോകോൾസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ലെങ്കിലും ദുരന്തങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അപ്പൊ ഈ പ്രോട്ടോകോൾസ് ഉണ്ടാകണം. അത് നമുക്കുള്ളത് ഈ ആർമി അത്തരം പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പിന്നുള്ളത്. പക്ഷെ സാധാരണ ഒരു സംഭവം നടക്കുന്ന എല്ലാം ആർമിയുടെ പരിധിക്കുള്ളിലൊന്നും ആയിരിക്കില്ല. നമ്മൾ നടക്കുന്ന സാധാരണ പഞ്ചായത്തിലായിരിക്കും അല്ലെങ്കിൽ പട്ടണത്തിലായിരിക്കും. അപ്പൊ എല്ലാ ലോക്കൽ ബോഡീസിനും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതിന് പ്രോട്ടോകോൾസ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്ത് കമ്പിട്ട് കുത്തേണ്ടി വരും ഒരാളെ കാണാൻ വരുമ്പോഴത്തേക്ക് ദ്വാരത്തിലേക്ക്. അപ്പൊ ആ പ്രോട്ടോകോൾസ് ഇല്ലാത്തതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാത്തതിന്റെയും പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ഈ ചിത്രം കാണാത്തോണ്ട് എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല. ശരി ഡോക്ടർ എസ് ലാൽ, വളരെ നന്ദി. എന്തായാലും